മേൽ ബ്രിട്ടീഷുകാർ വരുത്തി വച്ചിരിക്കുന്ന ആ പങ്കപ്പാടുകളെയും അവരുടെ കനത്ത മതിലുകളെയും ഒരുപോലെ ഉടച്ചു കളഞ്ഞ് ഒരിക്കലും ഉരുണ്ടു നീങ്ങുകയില്ലെന്ന് ആക്രോശിച്ച ബ്രിട്ടീഷ് സമൂഹത്തിന്റെ സമസ്ത സംവിധാനങ്ങളെയും കടന്നാക്രമിച്ച് സഹന സമരങ്ങളിലൂടെ രക്തസാക്ഷിത്വം എന്നുള്ള ഭീമമായ അന്തരീക്ഷത്തിലൂടെ ഭാരതത്തിന് നിർവഹിക്ക് സമ്മാനിച്ചിരിക്കുന്ന ഒരു അനുഗ്രഹീതമായ സ്വാതന്ത്ര്യമാണ് ഇത് ഇന്ന് നാം അഭിമുഖീകരിക്കുന്നത്. പോയ വർഷങ്ങളിലും അതിൻ്റെ ഒട്ടും വില കുറച്ചു കാണാതെ, പോയ വർഷങ്ങളിലും അതിൻ്റെ ഒട്ടും നിറം മങ്ങാതെ 78ലേക്ക് കാല് ഊന്നുന്ന ഈ വേളയിലും അതിന്റെ തനതായ ശൈലിയിൽ നിന്നുകൊണ്ട് ഉലകത്തോട് വിളിച്ചു പറയാൻ കഴിയുന്ന അനുഗ്രഹീതമാകുന്ന സന്ദേശമാണ് ഇന്നും നമുക്ക് ലഭ്യമാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു പരമപ്രധാനമാകുന്ന യാഥാർത്ഥ്യം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഞങ്ങൾക്കുള്ള ആധികാരിക പ്രത്യേകത. അത് മറ്റൊന്നുമല്ല, ഇന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്ന ഈ ഭാരതത്തിൽ അസ്വാതന്ത്ര്യത്തിന്റെ പിടിയിലമർന്ന് നീരാളിപ്പിടുത്തത്തിൽ വളരെ ക്ലേശമനുഭവിക്കുന്ന ധാരാളം ആളുകൾ എല്ലാ ഇടങ്ങളിലും ഉണ്ട് എന്നുള്ളത് പരമപ്രധാനമാകുന്ന യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ആകമാന പരിഹാരം ആവശ്യമാണ് എന്നുള്ളതാണ് ഈ സന്ദേശങ്ങളിലൂടെ ഞങ്ങൾ പങ്കുവെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാരതം എത്ര സുന്ദരമായ ഒരു അനുഗ്രഹീതമായ സാമ്രാജ്യമാണ്. അങ്ങനെ പറഞ്ഞാൽ റഷ്യയും ബാബിലോൺ സാമ്രാജ്യങ്ങളും ആദ്യമാകുന്ന പേർഷ്യൻ സാമ്രാജ്യങ്ങളുമൊക്കെ ആകാശത്തിന്റെ സീമകളിൽ സൂര്യനെ പോലെ പ്രകാശിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഉരുക്കുപല്ലുകൊണ്ട് ഉലകം ചമച്ച റോമൻ പടയാളികളും ബാബിലോൺ സാമ്രാജ്യങ്ങളും ഇന്ത്യ തുടങ്ങി പേർഷ്യൻ നാട് വരെ ഭരിച്ചിരിക്കുന്ന ചക്രവർത്തിമാരും രാജാക്കന്മാരും ആദിയാകുന്ന ആളുകളെ കൊണ്ട് നിബിഡീകൃതമായ നമ്മുടെ ഭൂസാമ്രാജ്യത്തിൽ ഒട്ടും മുന്നേറുവാൻ കഴിയാതെ അടിച്ചമർത്തപ്പെട്ട് കിടന്നിരിക്കുന്ന നമ്മുടെ ഈ സാമ്രാജ്യത്തെ ഇന്ന് തലയുയർത്തി നിൽക്കുന്ന സാമ്രാജ്യങ്ങളോട് കിടപിടിക്കുവാൻ കഴിയുന്ന ലെവലിലേക്ക് എത്തിച്ചത് എല്ലാ നേട്ടങ്ങളുമാണ്. സ്വാതന്ത്ര്യം വരുത്തിയ നേട്ടങ്ങൾ, ശാസ്ത്രീയ ഗണനീയമായ അന്തരീക്ഷത്തിൽ നേട്ടം വരുത്തി ആകാശത്തിന് സീമകളിലേക്ക് കണ്ണുയർത്തിയാൽ നീലപ്പെട്ട് വിരിച്ചിരിക്കുന്ന ആകാശത്തെയാണ് നാം കാണുന്നതെങ്കിലും ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറയാം. ആകാശത്തിന്റെ സീമകളിൽ പോലും ശാസ്ത്രത്തിന്റെ ഗതിവിഗതികളുടെ നേട്ടം നമ്മുടെ സാമ്രാജ്യം കൈവരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ രാജ്യത്തിന്റെ കലവറയെടുത്ത് പരിശോധിച്ചാൽ അവർ സംഭരിച്ചു വെച്ചിരിക്കുന്ന ആയുധങ്ങളെ പോലെ അടുത്ത സാമ്രാജ്യം വകവരുത്തുവാൻ വേണ്ടി വെല്ലുവിളിച്ച് കടന്നു വരുമ്പോൾ ആ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന എല്ലാ ആർജവും നമ്മുടെ ഭാരതം കൈവരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെ കൊണ്ട് തീർന്നില്ല. ചരിത്രപരമായി പറഞ്ഞാൽ ചരിത്രത്തിന്റെ സുവർണ ലിപികളാൽ ഉല്ലേഖനം ചെയ്യുവാൻ കഴിയുന്ന ചരിത്രകാരന്മാർ നമ്മുടെ വിശ്വത്തിന്റെ വിരിമാറിലൂടെ കടന്നു വന്ന് നിരവധി തിലകക്കുറിയാകുന്ന ചരിത്രങ്ങൾ ചമച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രം തീർന്നോ? ഇല്ല പ്രിയപ്പെട്ടവരെ, ശാസ്ത്രീയ ഗണനീയമായ വിഷയങ്ങളിൽ ഇത്രമാത്രം കൈവരിച്ചിരിക്കുന്ന സാമ്രാജ്യം, നേട്ടങ്ങളുടെ ഒരു വലിയ കൂട്ടം നമ്മുടെ കൈവശമുണ്ട്, നേട്ടങ്ങളുടെ ഒരു വലിയ സ്വത്ത് നമ്മുടെ കൈവശമുണ്ട്. എന്നിരുന്നാലും ആ നേട്ടങ്ങളെല്ലാം തനതായ ശൈലിയിൽ അനുഭവിക്കുവാൻ കഴിയാതെ നീറിപ്പുകയുന്ന ജനതയുടെ കരളലിയിക്കുന്ന വേദനകളാണ് ഇന്നെവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ സ്വാതന്ത്ര്യദിനത്തിലെങ്കിലും അതിന് കാതലായ പരിഹാരം വരുത്തണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. പ്രിയപ്പെട്ടവരെ, അവിടെ മുഴുവൻ തീർന്നില്ല. ഇവിടെ കൃത്യമായി പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ സാക്ഷാൽ സ്വതന്ത്രനാണോ എന്ന ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വിടുവാനേ കഴിയുള്ളൂ. സാക്ഷാൽ മനുഷ്യ സ്വതന്ത്രനാണോ, സാക്ഷാൽ സ്വതന്ത്രനാണോ എന്ന് ചോദിച്ചാൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതിനെ കൃത്യമായി കണ്ടെത്തിയെങ്കിൽ മാത്രമേ സാധ്യമായുള്ളൂ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകൾ ചോദിക്കുന്നു, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേര് പറഞ്ഞ് ആളുകളെ വിവിധങ്ങളാകുന്ന വശങ്ങളിലേക്ക് തള്ളി മാറ്റിയിരിക്കുമ്പോൾ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ രണ്ട് കാലുകളിൽ എഴുന്നേറ്റ് നിൽക്കുകയും രണ്ട് കൈകളും സർവ്വസ്വതന്ത്രമായി ചലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സവിശേഷ സത്തയാണ് മനുഷ്യൻ. അപ്പോൾ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ രണ്ട് കാലുകൾ എഴുന്നേറ്റ് നിൽക്കുകയും രണ്ട് കൈകളും സർവ്വസ്വതന്ത്രമായി ചലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സവിശേഷ സത്തയാണ് മനുഷ്യൻ. അവിടെ കൊണ്ട് തീർന്നില്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കേവലം പച്ചമാംസളമായ ഒരു സംവിധാനമല്ല.
മാംസമായ അന്തരീക്ഷമല്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ത്രിവിധമായ ഘടകങ്ങളോടുകൂടെ ഉണ്ടാക്കപ്പെട്ടവരാണ്. അപ്പൊ സ്നേഹിതരെ, ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറയാം. എന്താണ് മനുഷ്യൻ എന്ന് ചോദിച്ചാൽ ത്രിവിധമാകുന്ന ഘടകങ്ങളാണ്. ഒന്ന് ദേഹം, രണ്ട് ദേഹി, മൂന്ന് ആത്മാവ്. അങ്ങനെ ദേഹം, ദേഹി, ആത്മാവ് ത്രിവിധമാകുന്ന ഘടകങ്ങളെ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒരുവനാണ് മനുഷ്യൻ. ഇവിടുത്തെ ചിന്ത, മനുഷ്യൻ എന്നുള്ള ചിന്ത ഇരിക്കവേ തന്നെ നിങ്ങളെ മറ്റൊരു ചിന്തയിലേക്ക് കൊണ്ടുപോകാം. മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ മൃഗങ്ങൾക്കാണ് ആധികാരികത കൽപ്പിക്കുന്ന സംവിധാനമുണ്ട്. മൃഗങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന അതേ പരിഗണന മനുഷ്യന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മൃഗങ്ങൾക്ക് നൈസർഗിക വാസനയുള്ളൂ. മൃഗങ്ങൾക്ക് ദേഹവും ദേഹിയുമുള്ളൂ, ആത്മാവില്ല. അപ്പം മൃഗങ്ങൾക്ക് ദേഹമുണ്ട്, ദേഹിയുണ്ട്, പക്ഷെ ആത്മാവില്ല. മനുഷ്യൻ അങ്ങനെയല്ല. ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. സ്നേഹിതരെ, കൃത്യമായി പറഞ്ഞാൽ മനുഷ്യന്റെ ആത്മാവാണ് മൃഗങ്ങളിൽ നിന്ന് അവരെ വ്യത്യസ്തനാക്കുന്നത്. അപ്പൊ ഞാൻ പറയാം, മൃഗങ്ങൾ പോലും ചെയ്യുവാൻ മടിക്കുന്ന നീതികൃത്യങ്ങൾ, ആ വലിയ ക്രൂരമായ വിനോദങ്ങൾ ചെയ്യുവാൻ മനുഷ്യൻ ആഗ്രഹിക്കുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ അവൻ മൃഗങ്ങളെക്കാൾ അധമനാണ്, മൃഗങ്ങളെക്കാൾ പ്രാകൃതനാണ്. അങ്ങനെ മൃഗങ്ങളെക്കാൾ അധമനായി മനുഷ്യൻ ചെയ്യുകയാണ്. എന്താണ് മനുഷ്യന്റെ ആത്മാവിന്റെ പ്രത്യേകത? എന്താണ് മനുഷ്യൻ ആത്മാവിനെ നൽകിയിരിക്കുന്നത്? അതിന്റെ കാര്യം പറയാം. മനുഷ്യൻ ഇവിടെ സ്ഥിരവാസികളല്ല. സ്നേഹിതരെ, കുറെ നാളുകൾക്കപ്പുറത്ത് നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയ ദുരിതം ജലപ്രളയക്കെടുതിയാണ്. ജലപ്രളയക്കെടുതി ഇടുക്കിയിലുള്ള അച്ചക്കടക്കാരും കമ്പംമെട്ടുകാർക്കും അത്രമാത്രം കാര്യമായ കുഴപ്പം വരുത്തിയിട്ടില്ലായിരിക്കാം. പക്ഷേ ആലപ്പുഴ ജില്ലയിലും കോട്ടയം ജില്ലയിലും ആദിയാകുന്ന നാട്ടിൻപുറങ്ങളിലൊക്കെ വിവിധ സ്ഥലങ്ങളിൽ അതിന്റെ പ്രത്യാഘാതം അനുഭവിച്ച ജനങ്ങളാണ്. അത്രമാത്രം പ്രത്യാഘാതം അനുഭവിക്കുക മാത്രമല്ല, 2 നില കെട്ടിടത്തിന്റെ മുകളിൽ എത്തത്തക്കവണ്ണം വെള്ളം പൊങ്ങി. അവിടെ ഇവിടെ തീർന്നില്ല. ചാലക്കുടിയിലേക്ക് യാത്ര ചെയ്തു പോയപ്പോ അവിടെ 3 നില കെട്ടിടത്തിന്റെ 3/4 ഭാഗവും വെള്ളത്തിൽ മുങ്ങിപ്പോയി. അങ്ങനെ ജലപ്രളയക്കെടുതിയിൽ താറുമാറായ ഒരു കാലം. ഉടുക്കുവാൻ വസ്ത്രമില്ലാതെ, കഴിക്കുവാൻ ആഹാരമില്ലാതെ, കിടക്കുവാൻ കിടപ്പാടമില്ലാതെ സ്കൂളുകളും കോളേജുകളും ഒക്കെ അവരുടെ ആശാ കേന്ദ്രങ്ങളായി മാറിയ ഒരു സമയം. ആ കാലഘട്ടം മാറി മറയുന്നതിന് മുമ്പേ നമ്മുടെ നാടിനെ വല്ലാതെ കുലുക്കി പിടിച്ച ഒരു സംഭവമാണ് കൊറോണ എന്ന് പറയുന്ന മഹാമാരി. അത് കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല, ലോകത്തിന്റെ അങ്ങേ തലക്കലിലൂടെ കടന്നു വന്ന സംവിധാനമാണ്. സുമാത്ര ദ്വീപിൽ ആരംഭിച്ച സുനാമിയും കൊറോണയും ജലപ്രളയക്കെടുതിയും മനുഷ്യനെ പല പാഠങ്ങൾ പഠിപ്പിച്ചു. ആ പാഠങ്ങൾ പഠിച്ച മനുഷ്യൻ പറഞ്ഞു, ഇവിടെ മതത്തിന്റെ പേരിൽ തല്ലുകൂടേണ്ട ആവശ്യമില്ല. ഇവിടെ അതിർവരമ്പുകൾ വേണ്ട, ശേരികൾ വേണ്ട, സംവിധാനങ്ങൾ വേണ്ട. കണ്ടോ, അത് കഴിഞ്ഞു. നാളുകൾ കഴിഞ്ഞപ്പോൾ മനുഷ്യൻ ആകമാനം മാറി. അവനവന്റെ ചട്ടിയിൽ വേവുന്ന മാംസത്തുണ്ടങ്ങൾ ആവോളം ഭക്ഷിക്കേണ്ടതിന് മതം കൽപ്പിച്ചിരിക്കുന്ന സംവിധാനങ്ങളിലേക്ക് മനുഷ്യൻ നടന്നെടുത്തു. അവനവന്റെ ചട്ടിയിൽ വേവുന്ന മാംസത്തുണ്ടങ്ങൾ ആവോളം ഭക്ഷിക്കേണ്ടതിന് മതങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന ആ ചിന്തകൾ ധരണിയിലേക്ക് മനുഷ്യൻ എത്തപ്പെട്ടു. എന്താണ് മതം? ചോദിക്കാം കാറൽ മാർക്സിനോട്. കാറൽ മാർക്സ് പറയുന്നു, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. വീണ്ടും ചോദിക്കാം കാറൽ മാർക്സിനോട്, മതം എന്താണ്? മതം മനുഷ്യനെ താരാട്ടുപാടി തൊട്ടിയിൽ ഉറക്കുന്ന സംവിധാനമാണ്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. എന്നിത്യാദി കാര്യങ്ങളൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തലതൊട്ടപ്പൻ എന്ന് പറയുന്ന കാറൽ മാർക്സ് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഇങ്ങനെ വിളിച്ചു പറയാം, ആദിയാകുന്ന ആളുകളെ, ഒരു കാര്യം, മതത്തിന്റെ ചിന്തകൾ അവിടെയാണ്. പക്ഷെ ഇന്ന് മതം ഉയരുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തിറങ്ങിയ പേമാരിയിൽ നമുക്ക് നഷ്ടം വന്നിരിക്കുന്നത് അറിയാം. മറ്റൊരു ഭാഗത്ത് കർണാടകയിൽ നിന്നും നിറവണ്ടിക്കകത്ത് ലോഡുമായി കടന്നു വന്നിരിക്കുന്ന അർജുനനെ പോലെയുള്ള ആളെ ഇന്നും കണ്ടെത്തിയില്ല. തടിക്കഷണങ്ങൾ പലതും കണ്ടെത്തി. ശാസ്ത്രത്തിന്റെ നേട്ടങ്ങൾ പലതുണ്ടെന്ന് പറഞ്ഞിട്ടും കേരളത്തിനും കർണാടകയ്ക്കും നഷ്ടപ്പെട്ടു പോയ അർജുനനെയും ഈ കലക്കവെള്ളത്തിൽ മുങ്ങിത്താഴുന്ന തന്റെ ലോറിയും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ മനുഷ്യന്റെ കണ്ടെത്തലുകൾ? എന്താ ചരിത്രം നേടുവാൻ കഴിഞ്ഞിരിക്കുന്നത്? ആ ചിന്തയിലേക്ക് മനുഷ്യനെ മുഴുവനും കൊണ്ടുപോയി ടിവിയുടെയും നവമാധ്യത്തിന്റെ മുമ്പാകെ കണ്ണും നട്ട് കാത്തിരുന്ന മനുഷ്യരെല്ലാം അവിടെ നോക്കിയിരിക്കവേ അർജുനന്റെ പേരും വീട്ടുകാരെ മറക്കത്തക്കവണ്ണം വയനാടിന്റെ സീമകളിലേക്കും വയനാടിന്റെ ഗതിവിഗതികളിലേക്കും മനുഷ്യൻ നടന്ന് അടുക്കപ്പെട്ടു. അവിടെ പെയ്തിറങ്ങിയ പേമാരികളിൽ ഒലിച്ചുപോയത് ഒരാളല്ല,
ജലപ്രളയക്കെടുതിയിൽ നമ്മുടെ ഇടുക്കി ഡാമിനടുത്ത് ചെറുതോണിയിൽ നിന്നും വെള്ളമൊഴുകി വരുന്ന ആ പാലത്തിന്റെ ഭാഗത്ത് ഒരു മനുഷ്യന്റെ 5 ഏക്കർ സ്ഥലമാണ് പോയത്. അവിടെ ഒരു സ്ഥലത്തിന്റെ ഒരു സംവിധാനം പോലും കാണാനില്ല. ഉരുണ്ടുകൂടിയ പാറക്കൂട്ടങ്ങൾ മാത്രമാണ്. മറ്റൊരുത്തൻ 25 ലക്ഷം രൂപ ഉണ്ടാക്കി പടുത്തുയർത്തിയ ഹർമ്മി മനോഹരമാകുന്ന ഒരു വീട്, ആ വീട് കെട്ടിപ്പൊക്കി അതിനകത്ത് പാർക്കുവാൻ ആഗ്രഹിച്ച മനുഷ്യൻ പാർക്കുവാൻ ആഗ്രഹിച്ചു. പക്ഷേ അടുത്ത ദിവസം പെയ്തിറങ്ങിയ പേമാരി തടുത്തുകൂട്ടിയ വെള്ളം ഡാമിന് വഹിക്കാൻ കഴിയാതെ വന്നപ്പം തുറന്നു വിട്ട വെള്ളം ചീറിപ്പാഞ്ഞു പോയത് 25 ലക്ഷം രൂപയുടെ വീടുമായിട്ടാണ് പോയത്. ആ മനുഷ്യൻ ഉടുതുള്ളി മാത്രം ബാക്കി കിട്ടി. ചിട്ടി പിടിച്ചതും വട്ടിക്കെടുത്തതും കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയതും വിയർപ്പിന്റെ വിലയറിയാവുന്നതുമെല്ലാം നാണയത്തുട്ടുകൾ ഉണ്ടാക്കിയ 25 ലക്ഷം രൂപയുടെ വീട് പോയതും അങ്ങനെ പലതും നഷ്ടപ്പെട്ടു പോയ ആളുകൾ ഇടുക്കി ജില്ലയുള്ളപ്പോ വയനാടും ഇതുപോലെയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയാം. ഇവിടെ മനുഷ്യന് ഒന്നുമില്ല. ഇവിടെ പുകഴുവാൻ മനുഷ്യനൊന്നുമില്ല. ഇവിടെ ഞാനാടാ നീ ആടാ എന്ന് പറയാനോ ഞാൻ ആരാടാ എന്നറിയാമോ നീ ആരാടാ എന്ന് ചോദിക്കാൻ കഴിയുന്നതുമായ ആദ്യം നമുക്ക് ഉണ്ടാക്കാം. മസിൽ പവറും മണിപ്പവറും എല്ലാം ഇവിടെ തച്ചുടയപ്പെടും. മനുഷ്യന്റെ സ്വപ്നങ്ങളാകുന്ന ഹർമ്മി മനോഹരങ്ങളാകുന്ന കെട്ടിടങ്ങൾ എല്ലാം തച്ചുടയപ്പെട്ടു. ഇന്ന് മനുഷ്യനൊരു യാഥാർത്ഥ്യം വിളിച്ചു പറയാം, ഒന്നുമില്ല. എല്ലാം തകർന്നുടഞ്ഞ ചില്ലുകൊട്ടാരത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് മനുഷ്യൻ പറയുന്നു അവന്റെ നേട്ടങ്ങളൊന്നും യഥാർത്ഥ നേട്ടങ്ങളല്ല, അവന്റെ നേട്ടങ്ങളെല്ലാം കോട്ടങ്ങളാണ്, അവയെല്ലാം തച്ചുടപ്പെടും. പക്ഷേ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഇന്ന് കാണുന്നതെല്ലാം നഷ്ടപ്പെടും. ഈ ഭൂമി വിടും, ഈ വീട് വിടും, ഈ നാട് വിടും, ഈ നാട്ടാരെ വിടും, ഈ സ്ഥലം വിടും, ഈ സമയം വിടും, ഈ ബന്ധുക്കളെ വിടും. പക്ഷെ ചോദിക്കുന്നു, അസ്തമിച്ചു പോകാത്തൊരു രാജ്യമുണ്ടോ? അസ്തമിച്ചു പോകാത്തൊരു നാടുണ്ടോ? ആ നാട് ഏതാണ്? ആളുകൾ ചോദിക്കുന്നു, അസ്തമിച്ചു പോകാത്തൊരു നാട് ഞങ്ങൾക്ക് വേണം. യുദ്ധമില്ലാത്ത, ശംഖുധ്വനികളില്ലാത്ത, മാത്രമല്ല ജലപ്രളയ കെടുതികളില്ലാത്ത, പ്രശ്നങ്ങളോ അതിന്റെ ഭാണ്ഡങ്ങളോ ഇല്ലാത്ത സംവിധാനങ്ങളാകുന്നൊരു നാട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാലങ്ങളായി മനുഷ്യന്റെ അന്വേഷണത്തിന്റെ മുമ്പിൽ പലരും പതറിപ്പോയി. ഈ വഴിത്തലക്കൽ പലരും പതികനായി വീണുപോയി. പക്ഷേ ഞാൻ എന്റെ പ്രിയപ്പെട്ടവർ പറയാം, നഷ്ടപ്പെട്ടു പോകാത്തൊരു നാട് നിങ്ങൾക്കുണ്ട്. ആ നാട് സ്വാതന്ത്ര്യം പ്രാപിച്ചവർക്ക് വേണ്ടി മാത്രമുള്ള നാടാണ്. ഏതാണ് ആ നാട്? അതിന്റെ പേരാണ് സ്വർഗം. അത് പറയാൻ കാരണമുണ്ട്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ഇവിടെയെല്ലാം വിട്ടുപോകണം. മനുഷ്യന് 3 വീടാണുള്ളത്. ഒന്ന് അമ്മയുടെ ഉദരമായ വീട്. ആ വീട്ടിൽ സ്ഥിരവാസികളല്ല നമ്മൾ. ആ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തു വന്നു. അമ്മയുടെ ഉദരമാകുന്ന 7 സെന്റിമീറ്റർ വലിപ്പമുള്ള ഗർഭപാത്രമാകുന്ന വീട്ടിൽ നിന്നും നമ്മൾ ഇവിടേക്ക് വന്നു. 9 മാസവും 9 ദിവസവും 9 നാഴികയും 9 വിനാഴികയും അവിടെ കിടക്കാനേ കഴിഞ്ഞുള്ളൂ. അവിടെ നിന്നും നമ്മൾ ഈ നാട്ടിലേക്ക് വന്നു. ഇവിടം വിട്ടില്ലേ? ഇവിടുത്തെ പല ആളുകൾ ഇവിടെ വിട്ടുപോയി. ഈ വീട് വിടും, ഈ വീട് വിടണം, ഇവിടുത്തെ സംവിധാനങ്ങൾ വിടണം. അടുത്തത് മറ്റൊരു വീടുണ്ട്. അതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. കേവലം കുറെ കാലങ്ങൾ ജീവിച്ച്, കുറെ കാലങ്ങൾ ഭക്ഷിച്ച് പാനം ചെയ്ത് വീടുണ്ടാക്കി, കടയുണ്ടാക്കി, നാടുണ്ടാക്കി, പണമുണ്ടാക്കി, ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി, ആർജവമുള്ളൊരു കുടുംബത്തിന്റെ ഉന്നതനായി ജീവിക്കുക മാത്രമല്ല, ഈ വീട് വിട്ടാൽ പോയാൽ ചെന്നെത്താൻ കഴിയുന്ന ഒരു വീടുണ്ടോ? ഉണ്ട് പ്രിയപ്പെട്ടവരെ. സ്വാതന്ത്ര്യ ദിനത്തിന് വേണ്ടി വെന്നിക്കൊടി നാട്ടിയ മഹാത്മാഗാന്ധി, അദ്ദേഹം മരിച്ച് 3 ദിവസം കഴിഞ്ഞപ്പോൾ ശവക്കല്ലറിലേക്ക് ഓടിച്ചെന്നത് ഇവിടുത്തെ ഒരു പാർട്ടിക്കാരനല്ല. അവിടെ കടന്നു ചെന്നത് സരോജിനി നായിഡു എന്ന് പറയുന്ന ഇന്ത്യ കണ്ട വാനമ്പാടി പക്ഷിയാണ്. ഇന്ത്യ കണ്ട വാനമ്പാടി പക്ഷി സരോജിനി നായിഡു ചെന്നിട്ട് ചോദിച്ച ചോദ്യം ഇതാണ്: ഉറങ്ങിക്കിടക്കുന്ന കല്ലറിൽ കിടക്കുന്ന മഹാത്മാവിനെ ചോദിച്ചു, അല്ലയോ മഹാത്മാവേ, അങ്ങ് മരിച്ചിട്ട് 3 ദിവസമായി, എന്തേ അങ്ങ് ഉയർക്കാത്തത്? അങ്ങ് പറഞ്ഞിരിക്കുന്ന ശ്രീ യേശുദേവൻ അങ്ങ് പലസ്തീന്റെ തെരുവോരങ്ങളിൽ മരിച്ച് 3 നാൾ കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റു. ഇതേ കിടക്കുന്നു മലർക്കെ തുറന്ന് തന്റെ കല്ലറ, മലർക്കെ തുറന്ന് കിടക്കുന്ന കല്ലറ. ആ കല്ലറ എവിടെ കിടക്കുമ്പോൾ ചോദിക്കുന്നു, എന്തേ അങ്ങ് ഉയർക്കാത്തത്? ഞാൻ പറയാം, സരോജിനി നായിഡുവും EK നായനാരും EMS നമ്പൂതിരിപ്പാടും AK ഗോപാലനും രാജീവ് ആദിയാകുന്ന ആളുകൾ ഉൾപ്പെടെ ഉള്ള നമ്മുടെ പ്രിയപ്പെട്ടവരും തീർന്നില്ല. പ്രിയപ്പെട്ടവരെ, ലോകത്താകമാനം അറിയപ്പെട്ട സമസ്ത ആളുകളും നിരീശ്വരവാദികളും അഗ്നേയവാദികളും ശകുനവാദികളും തീർന്നില്ല. രാജാക്കന്മാരും പ്രമുഖന്മാരും ആദിയാകുന്ന രാജതന്ത്രജ്ഞന്മാരും ശാസ്ത്രജ്ഞന്മാരും ചരിത്രത്തിന്റെ ഏടുകൾ എഴുതിയ ചരിത്രപടുക്കളും മാത്രമല്ല, ഗത്യവും പത്യവും ഒരുപോലെ എഴുതിയിരിക്കുന്ന ഇന്ന് ഉന്നതന്മാരാകുന്ന ആളുകളും ഒരുപോലെ സ്ഥാപിച്ച യേശുക്രിസ്തു, അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ആ യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്:
ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയാൽ നിങ്ങൾക്കൊരു വീടുണ്ടാക്കും. ഞാൻ വീടുണ്ടാക്കിയാൽ നിങ്ങളെ അവിടേക്ക് ചേർക്കും. അതിന്റെ അർത്ഥം എന്താണ്? പ്രിയപ്പെട്ടവരെ, ഇവിടെ വിട്ടുപോകണമെന്നല്ല അതിനർത്ഥം. അപ്പം അസ്തമിച്ചു പോകാത്തൊരു വീടുണ്ട്. ആ വീടിലേക്ക് പോകുവാൻ യഥാർത്ഥ സ്വാതന്ത്ര്യമാണ് മനുഷ്യന് ആവശ്യം. എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം? യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മതിപ്പിക്കുന്ന, മനുഷ്യനെ മോഹാവലയത്തിൽ കൊണ്ടുപോകുന്ന, മനുഷ്യന്റെ ജീവിതത്തെ പിച്ചിച്ചീന്തുന്ന, പാപത്തിന്റെ പരിണിതഫലമാകുന്ന അന്തരീക്ഷത്തിൽ നിന്നും അവൻ എന്നേക്കുമായി മുക്തനാകണം. എന്താണ് പാപം? പാപം എന്ന് പറഞ്ഞാൽ മനുഷ്യന് മഹാമരത്തിൽ പക്കുമെന്ന് വെളുത്ത കായികരുടെ ജന്യ സ്വഭാവങ്ങളാണ്. ഈ പാപം മനുഷ്യന്റെ ജീവനിൽ കടന്നു. ജീവനിൽ കടന്നിരിക്കുന്ന പാപം മനുഷ്യനെ, അവനെ കൊലപാതകനും താന്തോന്നിയും കള്ളക്കച്ചവടക്കാരനും കരിഞ്ചന്തക്കാരനും ഒക്കെയാക്കി മാറ്റി. അങ്ങനെ എല്ലാ തലങ്ങളിലും അന്യാധീനപ്പെട്ടുപോയ മനുഷ്യൻ ഇന്ന് പാപത്തിന്റെ ദുരിതം പേര് നടക്കുന്നവനായി തീർന്നു. ആ പാപത്തിന്റെ ദുരിതം മുഴുവനും ആകമാനം പൊളിച്ചെഴുതി കാൽവരുടെ കൊലക്കളത്തിൽ കർത്താവിന്റെ ക്രൂശുമരണത്താൽ അതിനൊരു പരിഹാരം വരുത്തി. അങ്ങനെ കാൽവരി ക്രൂശിൽ യേശു പരിഹാരം വരുത്തി. മനുഷ്യനോട് പറഞ്ഞു, എല്ലാവരും എങ്കിലേക്ക് വന്ന് രക്ഷപ്പെടുവീൻ. അങ്ങനെ മനുഷ്യൻ രക്ഷപ്പെടുവാൻ യഥാർത്ഥമാകുന്ന വഴി ഒരുക്കി തന്ന് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് മനുഷ്യന്റെ പാപത്തിന് ആകമാനം പരിഹാരം വരുത്തിയ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടും പാപത്തിന്റെ പരിഹാരം വരുത്തുന്ന യേശുക്രിസ്തുവിലൂടെ ഏക വഴിയാണ് ഈ വഴിയിൽ വന്ന് കർത്താവുമായി അഭേദ്യബന്ധം സ്ഥാപിക്കുവാൻ യേശുക്രിസ്തു ഏക രക്ഷിതാവ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരികയാണ്. സാക്ഷാൽ സ്വാതന്ത്ര്യം അതാണ്. എന്താണ് തരുന്നത്? പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, മരണത്തിന്റെ ദുരനുഭവത്തിൽ നിന്നും മനുഷ്യനാകമാനം പാപം പരിഹാരം വരുത്തുന്ന ഈ യഥാർത്ഥ സ്വാതന്ത്ര്യം പ്രാപിച്ച് കർത്താവിനെ ഉണ്മയായി സ്വീകരിച്ച് അഭേദ്യബന്ധം സ്ഥാപിച്ച് മുൻപോട്ട് പോകുവാൻ നിങ്ങൾ എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ടും യേശുക്രിസ്തു എത്ര വേഗം വരും, അതിന്റെ ലക്ഷണങ്ങൾ മുഴുവനും ഈ പ്രപഞ്ചം നമ്മെ പഠിപ്പിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം നിങ്ങളുടെ മുമ്പാകെ സവിസ്തരം ഇവിടെ സമാപനം കുറിക്കുകയാണ്. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ചെഞ്ചോറിൽ മുക്കിയെടുത്ത് 100 പുഷ്പങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വിതറിക്കൊണ്ട് സർവാത്മന ക്രൂശിന്റെ ചുവട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം ഇവിടെ അടിയവരെ കുറിക്കുന്നു. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.